Today we are going to discuss about the topic drug calculations. ഇതിൽ ഫസ്റ്റത്തെയാണ് ബേസിക് ഡോസേജ് കാൽക്കുലേഷൻ. ഫോർമുല എന്താണ്? നമുക്ക് ml ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ml ഈക്വൽ ടു ഓർഡർ ഡോസ് ഡിവൈഡഡ് ബൈ അവൈലബിൾ ഡോസ് ഇൻറ്റു ക്വാണ്ടിറ്റി. ഒരു എക്സാമ്പിളാണ് ഡോക്ടർ ഓർഡേഡ്. ഡോക്ടർ എത്രയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്? 30 mg. അവൈലബിൾ ഡോസ് 15 mg per 2 ml. നമ്മുടെ കയ്യിലുള്ള ഡോസ് 15 mg per 2 ml ആണ്. ഹൗ മെനി ml, നമ്മുടെ എത്ര ml ഇനി കൊടുക്കണം, അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക. ഓർഡർ ഡോസ് എത്രയാ? 30 mg ഡിവൈഡഡ് ബൈ അവൈലബിൾ ഡോസ് എത്രയാ? 15 mg ഇൻറ്റു ക്വാണ്ടിറ്റി എത്രയാ? 2 ml. 2 ml ആണ്. അപ്പോൾ എന്താ ചെയ്യുക? 30 ഡിവൈഡഡ് ബൈ 15 ഇൻറ്റു 2 ഈക്വൽ ടു 4 ml. ഇനി അടുത്തതാണ് വെയ്റ്റ് ബേസ്ഡ് ഡോസേജ്. ഡോക്ടർ ഓർഡേഡ് 4 mg per kilogram, അതായത് 1 കിലോഗ്രാമിന് 4 mg ആണ് കൊടുക്കേണ്ടത്. പേഷ്യൻ്റ് വെയ്റ്റ് 30 കിലോഗ്രാം, അവൈലബിൾ ഡോസ് 15 mg per 2 ml. അപ്പോൾ ഇനി അടുത്തതാണ് വെയ്റ്റ് ബേസ്ഡ് ഡോസേജ്. ഇവിടെ എന്താ? ഡോക്ടർ ഓർഡേഡ് 4 mg per kilogram, അതായത് 1 കിലോഗ്രാമിന് 4 mg ആണ് കൊടുക്കേണ്ടത്. പേഷ്യൻ്റ് വെയ്റ്റ് 30 കിലോഗ്രാം, അവൈലബിൾ ഡോസ് 15 mg per 2 ml. അപ്പോൾ നമ്മളിവിടെ എന്താ? ഓർഡർ ഡോസ് കണ്ടുപിടിക്കണം. അതായത് ഒരു കിലോഗ്രാമിനാണ് 4 mg. അപ്പോൾ 30 കിലോഗ്രാമിന് എത്ര കൊടുക്കണമെന്ന് കണ്ടുപിടിക്കണം. അതിനെന്താ ചെയ്യുക? 30 ഇൻറ്റു 4 mg per കിലോഗ്രാം ഈക്വൽ ടു എത്രയാണ് കിട്ടുക? 120 mg ആണ് കിട്ടുന്നത്. ഇനി ഇതെന്താ? അപ്പോൾ ഡോക്ടർ ഓർഡർ ചെയ്ത ഡോസ് എത്രയാണ്? 120 mg ആണ്. ഇത് നമ്മുടെ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. ഇക്വേഷൻ എന്താണ്? ഓർഡർ ഡോസ് ഡിവൈഡഡ് ബൈ അവൈലബിൾ ഡോസ് ഇൻറ്റു ക്വാണ്ടിറ്റി. ഇവിടുത്തെ ഓർഡർ ഡോസ് എത്രയാണ്? 120 mg ഡിവൈഡഡ് ബൈ അവൈലബിൾ ഡോസ് എത്രയാണ്? 15 mg ഇൻറ്റു ക്വാണ്ടിറ്റി 2. അപ്പോൾ എന്താ? 120 ഡിവൈഡഡ് ബൈ 15 ഇൻറ്റു 2 ഈക്വൽ ടു എത്രയാണ് കിട്ടുന്നത്? 16 ml. അപ്പോൾ നമ്മൾ ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരാം? 120 ഡിവൈഡഡ് ബൈ 15 ഇൻറ്റു 2 ഈക്വൽ ടു 16 ml ആണ്. അപ്പോൾ 16 ml ആണ് നമ്മൾ പേഷ്യൻറ്റിന് അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടത്. ഇനി അടുത്തതാണ് പൗണ്ട്സ് ടു കിലോഗ്രാം. ഇവിടെ എന്താണ്? ഡോക്ടർ ഓർഡേഡ് 4 mg per kilogram, പേഷ്യൻ്റ് വെയ്റ്റ് 64 lb, അവൈലബിൾ ഡോസ് 15 mg per 2 ml. ഹൗ മെനി ml, നമ്മളിനി എത്ര ml കൊടുക്കണമെന്ന് കണ്ടുപിടിക്കണം. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഓർഡർ ഡോസ് എത്രയാ? 4 mg per kilogram ആണ്. അതായത് 1 കിലോഗ്രാമിന് 4 mg ആണ് കൊടുക്കേണ്ടത്. ഇവിടെ പേഷ്യൻ്റ് വെയ്റ്റ് എന്തിലാണ് തന്നിരിക്കുന്നത്? പൗണ്ട്സിലാണ് തന്നിരിക്കുന്നത്. 64 lb ആണ് തന്നിരിക്കുന്നത്. 1 കിലോഗ്രാമിന് 4 mg ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പൗണ്ട്സിൽ തന്നിരിക്കുന്ന വെയിറ്റ് കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ എന്താ ഇക്വേഷൻ? എന്താ? പൗണ്ട്സിൽ നിന്ന് കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഇക്വേഷനാണ് 64 lb ഡിവൈഡഡ് ബൈ 2.2. ഈ 2.2 കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 29.09 കിലോഗ്രാം. ഇതാണ് എന്ത്? നമ്മുടെ പേഷ്യൻറ്റിൻ്റെ വെയ്റ്റ്. പേഷ്യൻ്റെ വെയ്റ്റ് ഇപ്പോൾ കിട്ടി. ഇനി നമ്മൾ എന്താ? ഓർഡർ ഡോസ് കണ്ടുപിടിക്കണം. അതെന്താ ചെയ്യേണ്ടത്? 29.09 ഇൻറ്റു 4. അപ്പോൾ എത്ര ആൻസർ വരാം? 116.36 mg. ഇതാണ് എന്ത്? ഓർഡർ ഡോസ്. ഇത്ര ഡോസാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? അതിൻ്റെ ml കണ്ടുപിടിക്കണം. നമ്മൾ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക. ഇക്വേഷൻ എന്താണ്? ഓർഡർ ഡോസ് ഡിവൈഡഡ് ബൈ അവൈലബിൾ ഡോസ് ഇൻറ്റു ക്വാണ്ടിറ്റി. അപ്പോൾ ഇവിടുത്തെ ഓർഡർ ഡോസ് എത്രയാണ്? 116. എടിയത് പോയി എന്ത്? ഇവിടുത്തെ ഓർഡർ ഡോസ് എത്രയാണ്? 160.36 ഡിവൈഡഡ് ബൈ 15 ഇൻറ്റു 2 എത്ര നമുക്ക് കിട്ടും? 15.5 ml. 15.5 ml ആണ് നമ്മൾ പേഷ്യൻറ്റിന് അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടത്. ഇനി അടുത്തത് എന്താ? കൺവേർട്ട് mcg ടു mg. ഇവിടെ എന്താണ്? ഡോക്ടർ ഓർഡർ 5000 mcg. നമുക്ക് ഡോസ് എന്തിലാണ് തന്നിരിക്കുന്നത്? 5000 mcgയിലാണ് ഡോസ് തന്നിരിക്കുന്നത്. അവൈലബിൾ ഡോസ് എത്രയാണ്? 10 mg per 2 ml. ഇനി എത്ര ml നമ്മൾ കൊടുക്കണമെന്ന് കണ്ടുപിടിക്കണം. ഇവിടെ mcgയിലായതുകൊണ്ട് നമ്മൾ അതിനെ എന്താ? mgയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അങ്ങനെ ചെയ്യാൻ എന്താ ചെയ്യുന്നത്? ഡിവൈഡഡ് ബൈ 1000 വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്താ? 5000 ഡിവൈഡഡ് ബൈ 1000 ഈക്വൽ ടു 5 mg. അപ്പോൾ നമുക്ക് കിട്ടി. ഡോക്ടറുടെ ഓർഡർ എത്ര ഡോസാണ്? 5 mg ആണ് ഡോക്ടർ ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മളത് ഇക്വേഷനിലിട്ട് കൊടുക്കാം. ഇക്വേഷൻ എന്താ? ഓർഡർ ഡോസ് ഡിവൈഡഡ് ബൈ അവൈലബിൾ ഡോസ് ഇൻറ്റു ക്വാണ്ടിറ്റി. ഇവിടെ ഓർഡർ ഡോസ് എത്രയാണ്? 5 mg ഡിവൈഡഡ് ബൈ അവൈലബിൾ ഡോസ് എത്രയാണ്? 10 ഇൻറ്റു ക്വാണ്ടിറ്റി എത്രയാണ്? 2. അപ്പോൾ എന്താ? 5 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 2 ഈക്വൽ ടു 1 ml. 1 ml ആണ് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടത്. ഇനി അടുത്തതാണ് ഗ്രാം ടു മില്ലിഗ്രാം കൺവേർഷൻ. ഇവിടെ എന്താ? ഡോക്ടർ ഓർഡേഡ് 75 ഗ്രാം, അവൈലബിൾ ഡോസ് 15 mg per 2 ml. ഇവിടെ നമുക്ക് എന്താ? ഡോക്ടർ ഓർഡർ ചെയ്തിരിക്കുന്ന ഡോസ് 75 ഗ്രാം, ഗ്രാമിലാണ് തന്നിട്ടുള്ളത്. ഇത് നമ്മൾ എന്ത് ചെയ്യണം? mgയിലേക്ക് കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? ഇൻറ്റു 1000 വെച്ച് ഇൻറ്റു ചെയ്യണം. അപ്പോൾ എന്താ? 75 ഇൻറ്റു 1000 ഈക്വൽ ടു
75,000 mg. ഇതാണ് എന്ത് ഡോക്ടർ ഓർഡർ ചെയ്തിരിക്കുന്ന ഡോസ് എന്ന് പറയുന്നത്. നമ്മളത് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ എന്താണ് ഡോക്ടർ ഓർഡർ ഡോസ് എത്രയാണ് 75,000 ഡിവൈഡഡ് ബൈ അവൈലബിൾ ഡോസ് എത്രയാണ് 15 mg ഇൻറ്റു ക്വാണ്ടിറ്റി 2 ml. അപ്പോൾ എന്താ 75,000 ഡിവൈഡഡ് ബൈ 15 ഇൻറ്റു 2 ഈക്വൽ ടു എത്രയാണ് 10,000 ml. 10,000 ml ആണ് നമ്മൾ പേഷ്യൻറ്റിന് അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടത്. ഇനി അടുത്തതാണ് IV ഫ്ലോ റേറ്റ് ഡ്രോപ്സ് പെർ മിനിറ്റ്. ഫ്ലോ റേറ്റ് കണ്ടുപിടിക്കാനാണ് ഡ്രോപ്സ് പെർ മിനിറ്റ്. അതിൻ്റെ ഇക്വേഷൻ എന്താണ് ടോട്ടൽ വോളിയം ഡിവൈഡഡ് ബൈ ടൈം ഇൻ മിനിറ്റ്സ് ഇൻറ്റു ഡ്രോപ്പ് ഫാക്ടർ. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. എന്താണ് 4000 ml ഓവർ 5 hours, അതായത് 5 hours 4000 ml പോകണം. ഡ്രോപ്പ് ഫാക്ടർ തന്നിട്ടുണ്ട് 15 ഡ്രോപ്സ് പെർ ml. നമ്മൾ ഡ്രോപ്സ് പെർ മിനിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്താ ഇവിടെ നമുക്ക് ടൈം ഇൻ മിനിറ്റ്സ് ആണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് 5 hours ആണ്. അപ്പോൾ ഈ അവർ നമ്മൾ മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. അവർ മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇൻറ്റു 60 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ 5 hour ആണ് തന്നിരിക്കുന്നത്. അത് മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 5 ഇൻറ്റു 60 ഈക്വൽ ടു 300 മിനിറ്റ്സ്. നമ്മൾ ഇക്വേഷനിൽ അത് അപ്ലൈ ചെയ്താൽ മതി. നമുക്ക് എന്താ 4000 ടോട്ടൽ വോളിയം 4000 ആണ്. അപ്പോൾ 4000 ഡിവൈഡഡ് ബൈ നമുക്ക് കിട്ടിയിരിക്കുന്ന ടൈം ഇൻ മിനിറ്റ്സ് എത്രയാണ് 300 ആണ്. ഡിവൈഡഡ് ബൈ 300 ഇൻറ്റു ഡ്രോപ്പ് ഫാക്ടർ ഇവിടെ തന്നിട്ടുണ്ട് 15. അപ്പോൾ എന്താണ് 4000 ഡിവൈഡഡ് ബൈ 300 ഇൻറ്റു 15 ഈക്വൽ ടു 200 ഡ്രോപ്സ് പെർ മിനിറ്റ്. 200 ഡ്രോപ്സ് പെർ ഒരു മിനിറ്റിൽ 200 ഡ്രോപ്സ് ആണ് പോകേണ്ടത്. ഇനി അടുത്തത് എന്താ IV ഇൻഫ്യൂഷൻ റേറ്റ് ml പെർ അവർ. അതായത് എന്താണ് ഒരു അവറിൽ എത്ര ml പോകണം. ഇവിടെ ഇക്വേഷൻ എന്താ ടോട്ടൽ വോളിയം ഡിവൈഡഡ് ബൈ ടൈം. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട് 4000 ml ഓവർ 5 hours, അതായത് 5 hours 4000 ml പേഷ്യൻറ്റിന് പോകണം. അപ്പോൾ ഒരു അവറിൽ എത്ര പോകണം അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്താണ് ടോട്ടൽ വോളിയം ഡിവൈഡഡ് ബൈ ടൈം. ടോട്ടൽ വോളിയം 4000 ആണ്. ടൈം എത്രയാണ് 5 hour. അപ്പോൾ 4000 ഡിവൈഡഡ് ബൈ 5 ഈക്വൽ ടു 800 ml പെർ അവർ. അതായത് ഒരു അവറിൽ 800 ml ആണ് പോകേണ്ടത്. ഇനി അടുത്തതാണ് ഫ്ലൂയിഡ് റെസ്ട്രിക്ഷൻ. മെയിൻലി നമ്മളിത് കിഡ്നി പേഷ്യൻസിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ടോട്ടൽ ഫ്ലൂയിഡ് റെസ്ട്രിക്ഷൻ 2000 ml പെർ ഡേ, അതായത് 24 hours 2000 ml പേഷ്യൻറ്റിന് പോകാൻ പാടുള്ളൂ. ഇനി ഇവിടെ എന്താ IV മെഡിക്കേഷൻ തന്നിട്ടുണ്ട് 100 ml TID. IV മെഡിക്കേഷൻ എന്താണ് ഫ്ലൂയിഡ് റെസ്ട്രിക്ഷനിൽ ഇൻക്ലൂഡഡ് ആണ്. ഇവിടെ TID ആണ്. 3 നേരം എന്താ IV മെഡിക്കേഷൻ പോകുന്നുണ്ട്. അപ്പോൾ നമ്മളത് ടോട്ടൽ കണ്ടുപിടിക്കണം. അതിനെന്താ 100 ഇൻറ്റു 3 ഈക്വൽ ടു 300 ml. 300 ml IV മെഡിക്കേഷൻസ് ടോട്ടലി ഇവർക്ക് പോകുന്നുണ്ട്. ഇനി ബാക്കി നമ്മൾ ഓറലി എത്ര കൊടുക്കണം എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്താ റിമൈനിങ് ഫ്ലൂയിഡ് ഈക്വൽ ടു ടോട്ടൽ ഫ്ലൂയിഡ് റെസ്ട്രിക്ഷൻ എത്ര 2000 മൈനസ് IV മെഡിക്കേഷൻസ് ടോട്ടൽ എത്ര പോകുന്നുണ്ട് 300. അപ്പോൾ 2000 മൈനസ് 300 ഈക്വൽ ടു 1700 ml. ഓറലി ഇവർക്കിന് എത്ര കൊടുക്കണം 1700 ml കൊടുക്കാൻ പാടുള്ളൂ. ഇനി അടുത്താണ് ഫ്ലൂയിഡ് കാൽക്കുലേഷൻ. ഇതെന്താ പറയുന്നത് 75 ml പെർ അവർ ഫോർ 10 hours നമ്മൾ കണ്ടുപിടിക്കണം. അതായത് ഒരു അവറിൽ 75 ml പോകുന്നുണ്ട്. ഇനി നെക്സ്റ്റ് 10 hours ആവുമ്പോൾ ടോട്ടലി എത്ര പോകും അത് കണ്ടുപിടിക്കാൻ എന്താ 75 ഇൻറ്റു 10 ഈക്വൽ ടു 750 ml. ഇത്രയുള്ളൂ ഡ്രഗ് കാൽക്കുലേഷൻ. താങ്ക് യു.